പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശുവിൽ പ്രിയരെ, നമ്മുടെ ഉള്ള ഏറ്റവും നന്നായി അറിയുന്നത് നമ്മുടെ ദൈവത്തിനും പിന്നെ നമുക്കുമാണ്. മനുഷ്യരുടെ മുൻപിൽ നന്മയുടെ മുഖംമൂടി അണിഞ്ഞാലും ഉള്ളിൽ വെറുപ്പ് വെച്ച് നല്ല മുഖം കാണിച്ചാലും തമ്പുരാൻ അതെല്ലാം കാണുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. വിദ്വേഷത്തിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങി നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതിനോടൊപ്പം ദൈവതിരുമുമ്പിൽ നമ്മെ അയോഗ്യരും അശുദ്ധരുമാക്കുന്നു. ആ രീതിയിലായിരുന്നു കൊണ്ട് ദൈവകൃപ നഷ്ടപ്പെടുത്തരുത് എന്ന് ഇന്നത്തെ വചനം നമ്മോട് പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചുകൊണ്ട് മറ്റുള്ളവരോടുള്ള വെറുപ്പൊക്കെ മാറ്റിവെച്ച് ക്ഷമയുള്ള നന്മയുള്ള ദൈവമക്കളായി മാറുവാൻ സ്വർഗീയ പിതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.